15 ഇയോൺ എത്ര കൊടുക്കാം? അതൊക്കെ 1.85 കൊടുക്കാം. 1.85. അടുത്തത് 1000cc വണ്ടിയാട്ടാ. 1000cc വാഹനമാണ് കേട്ടോ. ഇവിടെ ഹുണ്ടായിന്റെ ഹൈറ്റൻ ഗ്രാൻഡ്. ഇത് എത്ര മോഡലാണ് വരുന്നത്? 2018 വണ്ടി. 18 വണ്ടി എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 3.85 കൊടുക്കാം. ഇവിടെ ഒരു റിഡ്സ് ഡീസൽ വാഹനമാണ്. ഇത് എത്ര മോഡലാണ് വരുന്നത്? 2013 വണ്ടി. എത്ര കൊടുക്കാം? 2.65 കൊടുക്കാം. 2.65 കൊടുക്കാം. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ. ഇത് എത്ര മോഡലാ? 2016 വണ്ടി. ഡീസൽ വണ്ടി. എത്ര കൊടുക്കാം? 2016 വീഡിയോ നമുക്ക് 4.45 കൊടുക്കാം. 4.45 കൊടുക്കാം. ഇവിടെ ഒരു ഡിസയർ. ഇത് എത്ര മോഡലാ? 2015 വണ്ടി. എത്ര കൊടുക്കാം? 3 രൂപ കൊടുക്കാം. 3 രൂപ കൊടുക്കാം. ഇവിടെ അടുത്തതായിട്ട് ഇവിടെ ഒരു വിറ്റേര ബ്രസ 2016 ZDI പ്ലസ് വണ്ടി. 6.65 കൊടുക്കാം. ZDI പ്ലസ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ 6.65 കൊടുക്കാം. ഓക്കെ. ഇവിടെ ഒരു ഹുണ്ടായിന്റെ ക്രെറ്റ 2019 വണ്ടി. 1.6 പെട്രോൾ. 1.6 പെട്രോൾ എഞ്ചിന് എത്ര കൊടുക്കാം? 7.85 കൊടുക്കാം. 7.85. 2019 മോഡല്. KL14ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാര കാറുകളാണ്. വാഗനർ ഉണ്ട്, സ്വിഫ്റ്റ് കാർ ഉണ്ട്, ഡിസയർ ഉണ്ട്, റിഡ്ജ് കാർ ഉണ്ട്, അതുപോലെ തന്നെ ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്. ഏകദേശം 10-25 വാഹനങ്ങൾ ഉണ്ടാവും അല്ലെ റഷീദ് ഭായ്? പിന്നെ എന്തൊക്കെയുണ്ട്? റഷീദ് ഭായ് ഇതിന്റെ ഓണറാണ്. നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ഒരു 3-4 മാസം ആയിക്കാണും അല്ലെ? കുറച്ചൊരു ഗ്യാപ്പ് വന്നിക്കണ്. ഓക്കെ. ഈ ഓഫർ എന്താ ഉള്ളത്? ഓണത്തിന് ഓഫറൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് വിളിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ഓഫർ. നല്ല ഓഫർ കൊടുക്കും. അതായത് വണ്ടിയിൽ ഇപ്പൊ നിങ്ങൾ ഇതുവരെ വിറ്റുകൊണ്ടുണ്ടായിരുന്ന വിലനേക്കാളും കുറച്ചിട്ടാ കൊടുക്കുന്നത്, അല്ല വേറെ എന്തെങ്കിലും ഇൻക്ലൂഡ് ആക്കിയിട്ട് കൊടുക്കുക, ലാഭം കുറക്കുക, വില കൊടുക്കുക. ഓക്കെ. അപ്പൊ ചെറിയ ലാഭം വലിയ കച്ചവടം, അങ്ങനെയാണ് ഓണത്തിന്റെ ഒരു ഓഫർ അല്ലെ? നിങ്ങൾ ഇവിടെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ടോ? എല്ലാ വാഹനങ്ങൾക്കും എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലെ? ഓക്കെ. അപ്പൊ ഒന്ന് ലൊക്കേഷൻ എങ്ങനെയാണ് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കട്ടെ? ഇത് ഗുരുവായൂർ പൊന്നാനി റോഡില് മാറഞ്ചേരി എന്ന് പറയും. മാറഞ്ചേരി. പൊന്നാനി ടു മാറഞ്ചേരിയാണ്, മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. പിന്നെ വണ്ടീന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മൂപ്പരെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഓരോ വണ്ടികളിൽ കാണിച്ചു കൊടുക്കാം. നേരെ വണ്ടിയിലേക്ക് പോകാം. നമുക്ക് ഇവിടെ ഒരു ഡിസൈറിൽ തുടങ്ങാലോ? ഇത് എങ്ങനെയാണ് കാര്യങ്ങള്? ഇത് 2015 വണ്ടി. 15 ഡീസൽ വണ്ടി. ഓക്കെ. ഡിസൈർ ടൂറാണ്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ് അല്ലേ? ഫിറ്റ് വണ്ടി. നമുക്കൊരു 20 മേലെ മൈലേജ് കിട്ടും. 20 മൈലേജ് കിട്ടും. 22 മൈലേജ് കിട്ടും. അത്യാവശ്യം ഡിക്കി സ്പേസ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. ഉള്ളു പുറത്തൊക്കെ നോക്കാണെന്ന് നല്ല വൃത്തിയുണ്ട് അല്ലെ? എത്ര മോഡൽ പറഞ്ഞാൽ? 2015 മോഡലാണ്. ഓക്കെ. ഇത് എത്ര ആസ്ക്? ഇത് നമുക്കൊരു 2.85 കിട്ടിയ കൊടുക്കാം. 2.85 കൊടുക്കാം. ഓഫർ വിലക്ക് കൊടുക്കാം. ഓക്കെ. ഇത് റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഒരു സാധനം മാറില്ല, ഒക്കെ ഒറിജിനൽ. ഒരു സാധനം മാറില്ല. നല്ല ക്വാളിറ്റി വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. 2.85 തരും കേട്ടോ. ഫുള്ളി ലോൺ കൊടുക്കാൻ പറ്റുമോ ഇതില്? ഫുള്ള് കയറും. 2.5 ലക്ഷം രൂപ കയറും. ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. വിറ്റര ബ്രസ ഡീസൽ വണ്ടി അല്ലേ? ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2016 വണ്ടി. ZDI പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. 1,32,000 കിലോമീറ്റർ ഓടി ഉണ്ട്. കമ്പനി സർവീസ് ഒക്കെ ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കുറെ ഉണ്ട്. എന്തൊക്കെ കയറിക്കണേ? ഇത് റോവർ ഗ്രില്ല്, റൂഫ് റെയില്, 6 പാക്ക് സീറ്റ് കവർ, സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ. ഓക്കെ. എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒന്നും മാറിയിട്ട് നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? എത്ര കൊടുക്കാം? ഇത് 6.65 കിട്ടി കൊടുക്കാം. 6.65 കൊടുക്കാം. എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇതൊരു 65,000 ഇറക്കും. മതിയോ അല്ലെ? അപ്പൊ ഈ ക്രെറ്റയില് പെട്രോൾ വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വണ്ടിയാണ് കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് കാര്യങ്ങള്? ഇത് 2019 വണ്ടി. 1.6 പെട്രോൾ എഞ്ചിന്. ഓക്കെ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടൊക്കെ 1,17,000 കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി സർവീസ് ആണ്. എല്ലാ 10,000-ലും കമ്പനി സർവീസ് ഹിസ്റ്ററിക്കുള്ള. ഓക്കെ. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് പറയുകയാണെങ്കിൽ ഉള്ളിൽ കുഴപ്പമില്ലാത്ത സീറ്റ് കവർ ഉണ്ട്. ഓക്കെ. പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്. ടയറൊക്കെ നോക്കുകയാണെങ്കിൽ 80% അബോവുള്ള ടയേഴ്സ് ആണ്. ഓക്കെ. ഇൻഷുറൻസ് ഫുൾ കവർ ഉണ്ട്. നമുക്കൊരു 7,85,000 രൂപ കൊടുക്കാം. 85 കൊടുക്കാം അല്ലെ? വില കുറയോ? നമുക്ക് കസ്റ്റമർ വന്നിട്ട് നോക്കിയിട്ട് അല്ല, കസ്റ്റമർ വന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില പൊടിച്ചു കൊടുക്കും. ഈ ഒരു വണ്ടിന്റെ അല്ല, എല്ലാ വാഹനങ്ങളും വില കുറച്ച് തരും കേട്ടോ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഈ റൂട്ടിലൊക്കെ സെയിൽസിനൊക്കെ പറ്റിയൊരു വാഹനമാണ്. ഈക്കോ ആണ്. അത് ചെറിയ ബഡ്ജറ്റിൽ ഒരു എല്ലാ ഭാഗം ഫിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണല്ലോ. മെക്കാനിക് ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. എത്ര ഇത് മോഡൽ വരുന്നത്? ഇത് 2010 വണ്ടി. ഇത് നമ്മൾ 5 വർഷത്തിലുള്ള പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. ഓക്കെ. പിന്നെ
ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല. ഓക്കെ. 7 സീറ്റർ വണ്ടിയാണ്. AC ഉണ്ടാവില്ല? AC ഉണ്ടാവില്ല, സാധാ വണ്ടിയാണ്. എത്ര ലാസ്റ്റ്? ഇത് നമ്മൾ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. പുതിയ പേപ്പറിൽ നമുക്ക് ഒരു 1.75 കൊടുക്കാം. ഒറിജിനൽ കേരള ഇറ്റിയോസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. മോഡൽ പോയതാണെങ്കിലും വണ്ടി ക്വാളിറ്റി അല്ല, ഹൈ ക്വാളിറ്റി. എങ്ങനെയാണ് കാര്യങ്ങള്? 2012 വണ്ടി. GD ആണ്. ഡീസൽ. ഇത് ഓടിയിട്ടുള്ള 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഓണർ ആയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ മെക്കാനിക് ഫിറ്റ് ആണ്. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിലും ചെയ്യാനൊന്നുമില്ല. ഇല്ല. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഒരു 80% ടയേഴ്സ് ഉണ്ട്. അതെ, അത്യാവശ്യം മെയിൻ്റെനൻസ് ഒക്കെ കമ്മിയുള്ള ഒരു വാഹനമാണ്. പിന്നെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നല്ല മൈലേജും കിട്ടും. ഒരു 22 ഒക്കെ മൈലേജും കിട്ടും. ലോങ് യാത്രക്കുള്ള നല്ല സുഖമുള്ള വണ്ടിയാണ്. എത്ര ലാസ്റ്റ്? ഇത് നമുക്കൊരു 3.75 കൊടുക്കല്ലേ? ലോണൊക്കെ? ലോൺ നമുക്കൊരു 3 ലക്ഷം രൂപ അടുത്ത് കിട്ടൂല്ലേ? ഓക്കെ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാറാണ്, ഡീസൽ വണ്ടിയാണ്. എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2016 സ്വിഫ്റ്റ് VDI. 1,17,000 കിലോമീറ്റർ ഓടിയുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടയേഴ്സ് ഒക്കെ നമുക്കൊരു 75% ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് ഫുൾ കവർ പുതിയതുണ്ട്. സീറ്റ് കവർ, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്കൊരു 4,40,000 രൂപ കൊടുക്കാം. 4,45 നിങ്ങൾ ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കൂല? വില അധികം കുറയില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇവിടെ ചോദിക്കുന്ന വിലയിനേക്കാളും ചെറിയ എന്തെങ്കിലും വില വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഓഫർ പ്രൈസിനാണ് ഇപ്പോ നിങ്ങളോട് പറയുന്നുള്ളത്. അതുപോലെ തന്നെ മാക്സിമം 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഏകദേശം വണ്ടികൾ ഇറക്കിക്കൊണ്ട് പോവാം. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഈ റിഡ്സ് ഡീസൽ വണ്ടിയാണ്. ഇതെങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2013 മോഡൽ റിഡ്സ് VDI. ഓക്കെ. 1,30,000 കിലോമീറ്റർ ഓടിയുണ്ട്. സോറി, 1.20 ഓടിയിട്ടുള്ളൂ. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? വണ്ടി റീപ്ലേസ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് ഒക്കെ നമ്മൾ ഒരു സർവീസ് കൂടി ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഒരു മെക്കാനിക് സർവീസ് നമ്മൾ ചെയ്യും, വണ്ടി കൊടുക്കുള്ളൂ, അത് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ. ഒരു കസ്റ്റമറിനെ വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ വാഹനമാണല്ലോ. ഓക്കെ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടതെന്ന് വെച്ചാല്, നിങ്ങളിപ്പോ പിന്നെ അതർ ജില്ലയില് ആരെങ്കിലും വണ്ടി ഡെലിവറി കൊണ്ടു കൊടുക്കാൻ കൊടുക്കും? ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ഡെലിവറി ചെയ്യും അല്ലേ? ഓക്കെ. അപ്പൊ ഇത് വണ്ടി ഫുൾ ഫിറ്റ് ആണ്? ഒന്ന് നോക്കാൻ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സീറ്റ് കവർ, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 2.65 കിട്ടി കൊടുക്കാം. 2.65 കൊടുക്കല? 2013 റിഡ്സ് കാറാണ് കേട്ടോ. ഡീസൽ വണ്ടിയാണ്. 2.65 തരും. ഒരു അപാകതയില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇവിടെ ഒരു ഗ്രാൻഡ് ഐട്ടൺ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് കാര്യങ്ങള്? 2018 മോഡൽ ഗ്രാൻഡ് ഐട്ടൺ സ്പോർട്സ്. ഓക്കെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടയേഴ്സ് ഒക്കെ നോക്കണേ എല്ലാം പുതിയ ടയേഴ്സാണ്. എല്ലാം പുതിയ ടയറും പുതിയതാണ്. ഇത് സ്പോർട്സിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോൾ, ബാക്കിൽ ഒരു AC വെന്റ് ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. എല്ലാ സെറ്റപ്പ് ഉണ്ട്. എത്ര ലാസ്റ്റ്? ഇത് നമുക്ക് ഫൈനൽ 3,80,000 രൂപ കൊടുക്കാം. 3,80,000 കൊടുക്കാം. 3.5 ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം. ഓക്കെ. ചില്ലറ പൈസ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റും. സൂപ്പറായിട്ട് കൊണ്ടിറക്കാൻ പറ്റും. 2018 മോഡലാണ്. ഒരു ഡിസൈർ ഡീസൽ വാഹനമാണ്. എങ്ങനെയാണ് ഇത് കാര്യങ്ങള്? 2013 മോഡൽ സ്വിഫ്റ്റ് ഡിസൈർ VDI. ഓക്കെ. 1,18,000 കിലോമീറ്റർ ഓടിയില്ല. പിന്നെ ആക്സിഡന്റ്, മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇൻഷുറൻസ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടയേഴ്സ് ഒരു 60% ഉള്ളൂ. ഇൻഷുറൻസ് ഫുൾ കവർ നമ്മൾ പുതിയതെടുത്ത് കൊടുക്കും. പരിക്കുകൾ മെക്കാനിക്ക് നമ്മൾ സർവീസ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. 2013 മോഡൽ VDI ആണ്. VDI വണ്ടി. എത്ര കൊടുക്കും ഇത്? ഇത് നമുക്കൊരു 3.5 രൂപ കൊടുക്കാം. 350 കൊടുക്കാം ലാസ്റ്റ്. പിന്നെ ഒരു 50 ഉറുപ്പിക ഉണ്ടെങ്കിൽ ലോൺ തുറക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ വാഹനം വിളിച്ചോ. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഈ ഹോണ്ടന്റെ അമേസ്. ഇത് മോഡൽ എങ്ങനെയാണ്? 2017 മോഡൽ. ഓപ്ഷൻ ഏതാ? എസ് ഫുള്ള്. എസ് ആണ്. എത്ര AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, 2 എയർ ബാഗ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ഫോൾഡബിൾ മിറർ. എഞ്ചിന് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് അല്ലേ? കമ്പനി സീരീസ്. ഓക്കെ. വണ്ടി എന്തുവാണ് മെക്കാനിക് പരമായിട്ട്? മെക്കാനിക്കൊക്കെ ഫുള്ളാണ്. സർവീസ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വണ്ടി. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നമുക്കൊരു 80% അബൌട്ട് ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് 5 ലക്ഷം രൂപ ഐഡിയുള്ള പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും? ഫുൾ ലോൺ കൊടുക്കും. എത്ര ചോദ്യങ്ങൾ? ഇത് നമ്മള് 5 രൂപ ചോദിക്കും. ഒരു 4.90 കൊടുക്കാം. 5 ചോദിക്കുന്ന 4.90 കൊടുക്കും. ഫുള്ള് ലോൺ കൊടുക്കും. 17 ടോപ്പ് ഓപ്ഷൻ ആണ്. ടോപ്പ് വേരിയന്റ് ഉണ്ട്. ഓക്കെ. അത് വിളിച്ചോ.
ഒരു 8 സീറ്റ് വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ചെറിയ ബഡ്ജറ്റിൽ ഈ സാധനം കിട്ടും കേട്ടോ. മോഡൽ എങ്ങനെയായിരുന്നേ? 2013 മോഡല് ഷെവർലെ എൻജോയ് എൽടി. ഓക്കെ. 1,35,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഫ്രണ്ടിൽ 2 ടയർ പുതിയതാണ്. ബാക്കിൽ 2 ടയർ ഒരു 75% ഉണ്ടാവും. ഇൻഷുറൻസ് പുതിയതാണ്. പിന്നെ എല്ലാ ഭാഗം ഫിറ്റ് ആണ്. എഞ്ചിനൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ആണ്. ക്ലച്ചൊക്കെ ഞാൻ പുതിയത് മാറിയിട്ടതാണ്. ക്വാളിറ്റി വണ്ടിയാണ്. എത്ര കൊടുക്കരുത്? 8 സീറ്റ് വണ്ടിയാണ്. സീറ്റ് കവർ ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്, സെൻട്രലൈസ് എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണല്ലേ? ഇത് നമ്മളൊരു ഓഫർ റേറ്റ് ₹2 കൊടുക്കാം. ₹2 കിട്ടിയാൽ കൊടുക്കൂല? ലോൺ ഷെവർലേക്ക് ഇപ്പൊ അവൈലബിൾ അല്ല. ഓക്കെ. ₹2 കിട്ടിയാൽ തരുമെന്ന് പറയുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ വില കുറച്ച് തരും. നല്ല ഹൈ ക്വാളിറ്റി അലുവ കസ്റ്റം പോലത്തെ ഇന്നോവ ക്രിസ്റ്റയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ? 2018 വണ്ടി. ജി വേരിയന്റ് ആണ്. ഓക്കെ. മാനുവൽ 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങൾ സർവീസ് ഒക്കെ നമ്മളതിലുണ്ട്. ഓക്കെ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ക്ലാസ്സുകൾ ഒന്നും മാറിയിട്ടില്ല. KL54 6 നമ്പർ ആക്കിയിട്ടുണ്ട്. ഓക്കെ. ടയേഴ്സ് ഒക്കെ ഒരു 80% അബോവുള്ള ടയേഴ്സ് ആണ്. ഇൻഷുറൻസ് പുതിയതാണ്. ഓക്കെ. ഫ്രണ്ട് ന്യൂ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഇന്റീരിയറിൽ ഒരു സീറ്റ് കവർ ഉണ്ട്, സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, അങ്ങനെ ഫിറ്റിംഗ് എല്ലാ സെറ്റപ്പ് ഉണ്ട്. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. നിങ്ങൾക്ക് എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. അത്രയ്ക്ക് പക്ക വണ്ടിയാണിത്. എത്രയാണ് ചോദ്യം? ₹15 കിട്ടിയും കൊടുക്കാം അല്ല? ഒരു ₹13 ലോൺ കിട്ടും. ₹13 ലോണും കിട്ടും. വേണമെങ്കിൽ വിളിച്ചോ. ഒരു ലോ ബഡ്ജറ്റിൽ ഒരു ഇയോൺ ആണ്. എങ്ങനെയാണ് കാര്യങ്ങള്? ഇത് 2015 മോഡല് ഇയോൺ മാഗ്ന പ്ലസ്. ഓക്കെ. 1 ലിറ്റർ കാപ്പ എഞ്ചിനാ വരുന്നത്. 1000 cc വണ്ടിയാണ്. 1 ലിറ്റർ വണ്ടിയാണ്. കാപ്പ എഞ്ചിനാണ് അല്ല? 1000 cc. ഇത് ഓടിയിട്ടുള്ളത് 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 76 ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ സീറ്റ് കവർ ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്. പിന്നെ എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ചേലുണ്ട് കേട്ടോ വണ്ടി. ഇവിടെ ഈ ബ്ലാക്ക് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിരിക്കണല്ല ടോപ്പില്. ഉള്ളില് നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉൾപ്പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനം. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിൽ ₹1,85,000 കൊടുക്കും. ₹1,85,000 ഈ വണ്ടി തരും കേട്ടോ. ഓഫർ റേറ്റ് 2015 മാഗ്ന പ്ലസ്. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഇന്നോവ കാറും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയിൽ മൂപ്പര നമ്പർ ഉണ്ട് കേട്ടോ. അതിൽ വിളിച്ചാൽ മതി. പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് വഴി ആയിട്ട് അയച്ചു തരും. പിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് വഴി ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് പ്ലേസ് വരുന്നത് മാറഞ്ചേരിയാണ്. അതായത് പൊന്നാനി ടു പുത്തമ്പള്ളി റോഡാണ്. മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. അപ്പൊ ഇത് കാണിച്ചു കൊടുക്കല്ലേ? ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? 2015 G4. ഓക്കെ. 2,60,000 കിലോമീറ്റർ ഓടി. കമ്പനി ഹിസ്റ്ററി നമ്മളെ കയ്യിലുണ്ട്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. KL54 6 നമ്പർ ആക്കിയ വണ്ടിയാണ്. ഇന്റീരിയറും നല്ല നീറ്റാണ്. സീറ്റ് കവർ, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഇത് നമുക്ക് ഫൈനൽ ഒരു ₹8,00,000 കൊടുക്കാം. ₹8,00,000 കൊടുക്കാം. 2015 G4 ആണ്. 15 G4 ടൈപ്പ് 4 കമ്പനി വരുന്നുണ്ട്. ടൈപ്പ് 4 കമ്പനിയിൽ തന്നെ വരുന്ന ഒരു വാഹനമാണ്. അതർ സ്റ്റേറ്റ് വണ്ടി നമ്പർ ആയതാണ്. പിന്നെ എല്ലാ ഭാഗം ഫുൾ ഫിറ്റ്. ഒന്നും നോക്കാനില്ല. കണ്ണ് ചിമ്മീറ്റ് എടുക്കാം. അപ്പോ നെഗോഷ്യബിൾ ഉണ്ടോ? ഇല്ല, ഫൈനൽ റേറ്റ് ആണ്. ₹8,00,000 ഫൈനൽ റേറ്റ്. ₹8,00,000 ഫൈനലായിട്ട് ചോദിക്കുന്നുണ്ട്. ₹7,00,000 റേഞ്ചിലൊക്കെ ലോൺ കിട്ടും. അത്ര കിട്ടുമല്ലേ? ഒരു ₹1,50,000 പറ്റും. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. ഓക്കെ റാഷിദ് ഭായ്. ഓക്കെ.